നട്ടുപിടിപ്പിച്ചപ്പോൾ ഈ ചെടി വളരെ മോശം അവസ്ഥയിലായിരുന്നു. പൂക്കളുടെ ഗുണനിലവാരവും നല്ലതല്ലായിരുന്നു. വിപണിയിൽ എനിക്ക് നല്ല വില ലഭിച്ചിരുന്നില്ല. പിന്നീട് ഞാൻ ഇന്റർനെറ്റിൽ തിരഞ്ഞപ്പോൾ APKS ഓർഗാനിക്സിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ കണ്ടു. അതിനുശേഷം ഞാൻ അവരെ ബന്ധപ്പെട്ടപ്പോൾ അവർ എനിക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി. തുടർച്ചയായി 3 തവണ അഭിമാൻ ഉപയോഗിച്ചതിനു ശേഷം സസ്യങ്ങൾ വളരെ നന്നായി വേരുപിടിച്ചു വളർന്നു. ഈ സസ്യങ്ങൾ വളരില്ലെന്ന് ഞാൻ കരുതിയിരുന്നു. എന്നാൽ അവയുടെ വളർച്ച പ്രതീക്ഷിച്ചതിലും മികച്ചതായിരുന്നു. അഭിമാൻ FL77 ഉപയോഗിക്കുന്നതിനു മുമ്പ് ഞങ്ങളുടെ പൂക്കൾക്ക് വിപണിയിൽ നല്ല വില ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇവ രണ്ടും ഉപയോഗിച്ചതിനു ശേഷം പൂക്കളുടെ ഗുണനിലവാരവും മെച്ചപ്പെട്ടു, വിളവും വർദ്ധിച്ചു. അതിനാൽ വിപണിയിൽ ഞങ്ങളുടെ പൂക്കൾക്ക് പ്രത്യേക ഡിമാൻഡുണ്ട്. എന്റെ പേര് ഗോപാൽ സ്വാമി. ഞാൻ ട്രിച്ചി ജില്ലയിലാണ് താമസിക്കുന്നത്. ഞാൻ 40 സെന്റ് സ്ഥലത്ത് മുല്ലപ്പൂ കൃഷി ചെയ്യുന്നു. തുടക്കത്തിൽ ചെടികൾ ചെറുതായിരിക്കുമ്പോൾ വേരുകളുടെ വളർച്ചയ്ക്ക് ഞാൻ അഭിമാൻ ഉപയോഗിച്ചു. അഭിമാൻ ഉപയോഗിച്ചതിനു ശേഷം ചെടിയുടെ വളർച്ച നല്ലതായിരുന്നു. അതിനുശേഷം പൂവിടുന്ന സമയത്തേക്ക് സസ്യങ്ങൾ നന്നായി പുരോഗമിച്ചു. തുടക്കത്തിൽ നടുമ്പോൾ ചെടികളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. പൂക്കളുടെ ഗുണനിലവാരവും നല്ലതായിരുന്നില്ല. അവയ്ക്ക് വിപണിയിൽ നല്ല വില ലഭിച്ചിരുന്നില്ല. പിന്നെ ഇന്റർനെറ്റിൽ തിരഞ്ഞപ്പോൾ APKS ഓർഗാനിക്സിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിനുശേഷം ഞാൻ അവരെ ബന്ധപ്പെട്ടപ്പോൾ അവർ എനിക്ക് ചില ശുപാർശകൾ നൽകി. അഭിമാൻ ഉപയോഗിച്ചതിനു ശേഷം ചെടികളുടെ വേരുകളുടെ വളർച്ച നല്ലതായിരുന്നു. കൂടാതെ പൂവിടുന്ന സമയത്ത് ഞാൻ FL77 ഉപയോഗിച്ചപ്പോൾ ചെടികളുടെ വളർച്ചയും പൂക്കളുടെ ഗുണനിലവാരവും കൂടുതൽ മെച്ചപ്പെട്ടു. ഞങ്ങളുടെ പൂക്കൾക്കും വിപണിയിൽ നല്ല വില ലഭിക്കാൻ തുടങ്ങി. 30 സെന്റ് സ്ഥലത്ത് ഞാൻ രാമേശ്വരം മുല്ലപ്പൂക്കൾ വാങ്ങി നട്ടുപിടിപ്പിച്ചിരുന്നു. ഞാൻ ചെടികൾ ഓർഡർ ചെയ്ത സമയത്തുണ്ടായ കൊടുങ്കാറ്റ് കേടുപാടുകൾ കാരണം അവ വളരെ മോശം അവസ്ഥയിലായിരുന്നു. ചെടികൾ എത്തിയതിനുശേഷം ഞാൻ അവ നട്ടു. പക്ഷേ അവ നന്നായി വളരുമോ എന്ന് എനിക്ക് ധാരാളം സംശയങ്ങളുണ്ടായിരുന്നു. ആ വിഷാദാവസ്ഥയിലായിരുന്നപ്പോൾ ഞാൻ ഇന്റർനെറ്റിൽ APKS ഓർഗാനിക്സ് നോക്കി. അതിനുശേഷം ഞാൻ അവരെ ബന്ധപ്പെട്ടപ്പോൾ അവർ അഭിമാൻ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു. അവർ പറഞ്ഞതുപോലെ 1 ലിറ്റർ അഭിമാൻ 100 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ചെടിയുടെ ചുറ്റും ഒഴിക്കാൻ അവർ ഉപദേശിച്ചു. ഞാൻ ചെടിയുടെ ചുറ്റും ഒരു ചെറിയ തോട് ഉണ്ടാക്കി അത് ഒഴിച്ചു. ഇത് 3 തവണ ചെയ്ത ശേഷം സസ്യങ്ങൾ വളരെ നന്നായി വേരൂന്നിയതും വളർന്നു. ഈ ചെടികൾ വളരില്ലെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ അവയുടെ വളർച്ച പ്രതീക്ഷിച്ചതിലും മികച്ചതായിരുന്നു. FL77 ഉപയോഗിക്കേണ്ട സമയമായപ്പോൾ പൂമൊട്ടുകൾ രൂപപ്പെടുമ്പോൾ ഇത് തളിക്കാം. ഇത് 1 ലിറ്റർ വെള്ളത്തിന് 20 മില്ലി എന്ന തോതിൽ കലർത്തി തളിക്കാം. മുകുള രൂപീകരണ സമയത്ത് നിങ്ങൾ ഇത് തളിച്ചാൽ മുകുളങ്ങൾ വലുതായി വളരും. കൂടാതെ ആ മുകുളങ്ങളിൽ നിന്ന് വിരിയുന്ന മുല്ലപ്പൂക്കൾ വലിയ അളവിലും നല്ല ഗുണനിലവാരത്തിലും ലഭ്യമാകും. അഭിമാൻ FL77 ഉപയോഗിക്കുന്നതിനു മുമ്പ് ഞങ്ങളുടെ പൂക്കൾക്ക് വിപണിയിൽ നല്ല വില ലഭിച്ചില്ല. എന്നാൽ ഇവ രണ്ടും ഉപയോഗിച്ചതിനു ശേഷം പൂക്കളുടെ ഗുണനിലവാരവും മെച്ചപ്പെട്ടു, വിളവും വർദ്ധിച്ചു. ഇക്കാരണത്താൽ വിപണിയിൽ ഞങ്ങളുടെ പൂക്കൾക്ക് പ്രത്യേക ഡിമാൻഡുണ്ട്.